ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, അതിൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഇന്നത്തെ വിഷയം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ രാഘവൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. രാഘവൻ ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് രാഘവൻ ചേട്ടനെ കൂടെ കാണാം. നമുക്കെന്നാൽ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പം നമ്മൾ പോകാൻ നോക്കുന്നത് ഒഴക്കുളം എന്ന സ്ഥലത്താണ്. ഒഴക്കുളത്ത് നമുക്ക് അങ്ങ് ചോദിച്ചു പോവാം. ഒഴക്കുളം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ ഒഴക്കുളം സ്ഥലത്ത് നമുക്കിവിടെ അടുത്തൊരു ഏട്ടനുണ്ട്. ഏട്ടന് ചോദിച്ചു നോക്കാം എങ്ങോട്ടേക്കാണ് രാഘവ സാറിൻ്റെ വീട്, എങ്ങോട്ടൊക്കെ ചോദിച്ചു നോക്കാം. നമുക്കൊന്ന് ചോദിച്ചു പോകാം. നമ്മളെ ആക്ടർ രാഘവല്ലേ, രാഘവേട്ടൻ അവരെ വീട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് അടിക്കാൻ ഇത് ഒഴക്കുളം ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ഇപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ നമ്മള് കെൽട്രോണിലേക്ക് എത്തുക. ഇവിടെ കെൽട്രോൺ നേരെ പോയി ധർമ്മശാല കെൽട്രോണിലേക്ക് എത്തുക. ആ കെൽട്രോണിലേക്ക് ഒരു 1/2 കിലോമീറ്റർ വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത് നേരെ വലത്തോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അത് 1 വേ ആയിട്ട് വരും റോഡ്. അങ്ങനെ വരും അല്ലേ? ആടെന്ന് ധർമ്മശാല ആടെ കെൽട്രോണിന്റെ ആടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ആ വീട് എത്തും. അവരെ വീട് അവിടെ അടുത്ത് തന്നെയാണ് വീട്. നമുക്ക് സ്ഥലമില്ല, അവിടെ ഞാൻ ചോദിച്ചു റോഡ് സൈഡ് തന്നെയാണ്, അടുത്തന്നെ അല്ലേ? അവിടെ ഇല്ലാണോ ഒന്ന ഇല്ലങ്ങറ്റാണോ? ഇല്ലൊന്നല്ല, സാധാരണ വീട് തന്നെ അല്ലേ? ഇപ്പൊ ആളിപ്പോ അവിടെ ഉണ്ടാവോ? നിങ്ങൾക്ക് വഴി അറിയില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാം. ചോദിച്ചു ഞാൻ പോവാം. ഓക്കെ ബൈ പറഞ്ഞു. ബൈ പറഞ്ഞു. ഓക്കെ ഏട്ടാ. ഗൈസ്, അങ്ങനെ നമ്മൾ രാഘവൻ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് രാഘവൻ സാറിന്റെ വീടുണ്ടായിരുന്നത്. ഇപ്പം വീടൊക്കെ പൊളിച്ചിട്ട് കുറച്ചായെന്ന് എല്ലാവരും പറഞ്ഞത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വീടെല്ലാം പൊളിച്ചിട്ടേ ഉള്ളത്. എന്നാൽ നമുക്കതിന് ഒന്ന് വീടിൻ്റെ സ്ഥലവും ബാക്കിയുള്ള ഇതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ഥലവും ഒന്ന് കാണാം. വീട് ഏതായാലും ഇല്ല, നമുക്ക് ഏതായാലും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാ മീറ്റർ പണ്ടത്തെ ചെറിയ ഇതിപ്പം ഫിറ്റ് ചെയ്താൽ തോന്നുന്നു, ഇപ്പം ആക്കിയതാണ്. എന്നാലും വേറെ ഒന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല. പണ്ടത്തെ ആ ഒരു ഇതെല്ലാം വെക്കുന്ന വിറകും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഇത് മാത്രമേ പണ്ടത്തെ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ആലയാണ് അങ്ങനത്തെ തോന്നുന്നു, അറിയില്ല ശരിക്കും ആവശ്യം അറിയില്ല. തോന്നുന്നു അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമേ ഇപ്പം കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രാഘവൻ ചേട്ടൻ്റെ ഭാര്യൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ നമുക്ക് ഏച്ചുണ്ട്. മാങ്ങാട് ചെറിയ ഹോട്ടൽ നടത്തുന്നതാണ്. നമുക്ക് ഏച്ചോട് ചോദിച്ചു നോക്കാം. എല്ലാവരും ഒരു ചായ കുടിക്കണം കേട്ടോ. മാങ്ങാടാണ് സ്ഥലം. ഒന്ന് നമുക്ക് ഏച്ചോട് ചോദിച്ചു നോക്കാം. ഏച്ചി പിന്നല്ലോ നമ്മൾ മറ്റേ ആക്ടർ രാഘവൻ സാറിന്റെ വീട് ഇങ്ങോട്ടൊക്കെ വരും ഏകദേശം. ഏച്ചിക്ക് അറിയുന്ന ആളല്ലേ? എങ്ങനെ ആളൊക്കെ നല്ല ആളല്ലേ? നല്ല മനുഷ്യല്ലേ? നല്ല മനുഷ്യല്ലേ? ജിഷ്ണു മരിക്കുന്നതിന് മുന്നേ വരലുണ്ട്. ജിഷ്ണു മരിക്കുന്ന അല്ലേ? ഓ, അത് ഇവിടെ ഇടക്കിടക്ക് വരുന്നുണ്ട്. നമ്മുടെ വീട്ടില് വന്ന് പണ്ട് കുഞ്ഞിക്കാലത്ത് കളിച്ചു കിടക്കുന്ന ആളാണ്. ഓ, അങ്ങനെ അല്ല ജിഷ്ണു അല്ലേ? അവരെല്ലാരായിട്ട് നല്ല പരിചയമാണ്. നല്ല പരിചയം അല്ലേ? എങ്ങോട്ടേക്കാ വീട്? എങ്ങോട്ടേക്കാ ഇവിടുന്ന്? എങ്ങോട്ടേക്കാ? ലക്സോട്ടിക്ക താഴെ ഇറക്കത്തില്ല. മാങ്ങാട് അയർനിക്കൽ അമ്പലത്തിന്റെ ഭഗവത് ക്ഷേത്രത്തിന്റെ ബോർഡല്ലേ അല്ലേ? അങ്ങോട്ടേക്കല്ലേ? എന്നാ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപ. ഇവിടെ എത്ര കുറേ വർഷേ കട നടത്തുന്ന കുറേ കട? 5 വർഷമായല്ലേ? എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. എന്റെ ഒരു ചാനലും ഉണ്ട്, യൂട്യൂബ് ചാനൽ, വ്ളോഗ്സ് കണ്ണൂര്. പേര് പറഞ്ഞു? ദീപ വ്ളോഗ്സ് കണ്ണൂർ അല്ലേ? ഓക്കെ. ആ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ചേച്ചിയാണ്. നമ്മളെ തന്നെ ഒരു വ്ളോഗ്സ് ഒക്കെ നടത്തുന്ന ചേച്ചിയാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യാ. വായനല്ലേ? ഓ, അങ്ങനെ വായല്ല. ഓക്കെ. അന്നേരം എല്ലാവരും ഓക്കെ. എന്നാ പിന്നെ താങ്ക് യു. എന്നാ പിന്നെ ഞാൻ കൂടെ പോവാം. ഓക്കെ, ശരി. ഇവിടുന്ന് എടുത്താന്നാ പറഞ്ഞത്, എഴുന്നിക്കൽ ഭഗവത്ക്ഷേത്രത്തിന്റെ അടുത്താന്നാ പറഞ്ഞത്. നമുക്കൊന്ന് എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അടുത്ത ഏട്ടൻ കൂടി ഉണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏട്ടനോട് ചോദിച്ചു നോക്കാം. രാഘവൻ സാറിന്റെ വീട് എങ്ങോട്ട് ചോദിച്ചു. എങ്ങോട്ടേക്ക് വീട്? എങ്ങോട്ടേക്ക് രാഘവൻ സാറിന്റെ? ഇവിടെ നേരത്തെ മുന്നോട്ടേക്ക് അല്ലേ? സ്കൂട്ടി വെച്ചിട്ടില്ലേ? സ്കൂട്ടി വെച്ചിന്റെ അപ്പുറത്തുണ്ടോ? തിരിഞ്ഞിങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു അപ്പുറം അങ്ങോട്ടേക്ക് ഉണ്ട്. അവിടെ ഇന്റർലോക്ക് റോഡാണ്. ഇന്റർലോക്ക് അല്ലേ? ആ റോഡിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഇന്റർലോക്ക് അവസാനിക്കൂല.
അതിന്റെ അടുത്ത് ഇപ്പൊ ഇവിടെ ആരാ താമസാരാ ഇപ്പൊ താമസം അമ്മയാണ്. അമ്മയുണ്ടല്ലേ അമ്മയുണ്ടല്ലേ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് അമ്മേനെ ഒന്ന് കാണാം. നമുക്ക് ആദ്യം നിന്ന് വീട് പൊളിച്ചിനല്ലോ ആദ്യം നിന്ന് ഹൈവേ വരുമ്പോ പൊളിഞ്ഞു കഴിഞ്ഞു. ചെറിയൊരു സ്ഥലം അവർക്കുള്ളൂ, വാങ്ങാതെ മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ. എന്നാ പിന്നെ നമ്മളൊന്ന് പോയിട്ട് വരാം. എന്നാ പിന്നെ ജസ്റ്റ് ഒരു ബായ് പറഞ്ഞോ. ഓക്കെ ഒന്ന് ഓക്കെ ഓക്കെ ശരി ശരി. സ്കൂട്ടി എടുക്കുന്നതിന്റെ അടുത്തെന്നാ പറഞ്ഞത്. ഒന്ന് സ്കൂട്ടി എടുക്കുന്ന ഒരു ഇവിടെ ഉണ്ട് സ്കൂട്ടി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു. നേരെ ഒന്ന് പോയി നോക്കി. നേരെ അടുത്തെന്നാ പറഞ്ഞത്. ഇവിടുന്ന് ആ വലത്തോട്ടുള്ള റോഡിലേക്കല്ലേ? ആ വലത്തെ റോഡിലേക്കല്ലേ? ആ ചേച്ചി കാണിച്ചു ചേച്ചി. ഇവിടെ നേരെ തന്നെ അല്ലേ? ഇനി ഇല കൂടെ പോയിട്ട് അവിടെ നിന്ന് അടുത്തോട്ടേക്കല്ലേ? മുകളിൽ കയറിട്ട് അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാ ശരിയേ. ഓക്കെ ശരി ഓക്കെ. അങ്ങനെ നമ്മൾ ചോദിച്ച് അങ്ങനെ രാഘവൻ സാറിന്റെ ഭാര്യന്റെ അമ്മേന്റെ വീട്ടിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ രാഘവൻ സാറിന്റെ വീട് ഇപ്പം റോഡൊക്കെ വരുന്നതുകൊണ്ട് അത് പോയിന്നാ പറഞ്ഞേ. നമുക്കൊന്ന് ഭാര്യൻ്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. രാഘവൻ സാറിൻ്റെ ഭാര്യൻ്റെ അമ്മയോടൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സുഖാണോ? സുഖല്ലേ? പിന്നെ ഭാര്യൻ്റെ അമ്മയാണല്ലേ? ഇപ്പം രാഘവൻ സാർ ഇപ്പോൾ എവിടെ ഉള്ളത്? രാഘവൻ സാറ് ഇപ്പം ട്രിവാൻഡ്രം. ഇങ്ങോട്ട് വരലില്ല അല്ലേ? ഇടക്ക് വരൂലേ? ഇടക്ക് വരും അല്ലേ? ഓക്കെ. അത് പഴയ വീട് എല്ലാരും പറഞ്ഞു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു. റോഡ് വീട് പൊളിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറെ നമുക്ക് ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു നോക്കും. പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു നോക്കാൻ വേണ്ട. ഒന്ന് രാഘവൻ സാറിന്റെ കിട്ടിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതാണ് കേട്ടോ ഗൈസ്. ഇതാണ് രാഘവൻ സാറിന് കിട്ടിയ സ്നേഹോപകാരം. മുട്ടമ്മൽ രാമൻ ശ്രീദേവി. പിന്നെ വേറെ ഒന്നും ഫോട്ടോ ഒന്നും ഉണ്ടാവോ? രാഘവൻ സാറിന്റെ ജിഷ്ണു ഏട്ടൻ്റെ ആർക്കും ഉണ്ടാവോ? ഏതാ? ഫോണിലല്ലേ? ഫോണില് അതേ ഉള്ളൂ അല്ലേ? അങ്ങനെ ഓക്കെ. പിന്നെ അവര് അടുത്തായിട്ട് വന്നിട്ടായിരുന്നോ? അടുത്തങ്ങനെ 3 ദിവസം മുന്നേ വന്നിരുന്നോ? 3 മാസം മുന്നേ അല്ലേ? അങ്ങനെ. അന്ന് ഫംഗ്ഷന്റെ കാര്യത്തിനാ വന്നിരിക്കും. എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നോ? കല്യാണം അന്നേരം വന്നല്ലേ? പിന്നെ വേറെ ഇനിയിപ്പോ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. ഇപ്പൊ ഏട്ടൻ മരിച്ചിട്ട് എത്ര? ജിഷ്ണു ഏട്ടൻ മരിച്ചിട്ട് ഇപ്പൊ കുറേ എത്ര വർഷമായി? 8 കൊല്ലം ആയില്ലേ? 8 കൊല്ലം അല്ലേ? 25-ാം തീയതി മറ്റോ അല്ലേ? മാർച്ച് 25. 8 കൊല്ലം അല്ലേ? ഇങ്ങോട്ട് ആദ്യം വരത്തില്ലായിരുന്നു അല്ലേ? ആദ്യം ഇങ്ങോട്ടെല്ലാം വരത്തില്ലായിരുന്നു അല്ലേ? ഇങ്ങോട്ടെല്ലാം വരില്ല? മരിക്കുന്ന മുന്നേ വരലില്ലായിരുന്നോ? ഇവിടെ വന്നിട്ട് 3 കൊല്ലമായതേ ഉള്ളൂ. ഇവിടെ 3 അല്ലേ? എന്നാലും ആദ്യം എവിടെയായിരുന്നു? അവിടെ വരുമായിരുന്നു. അവിടെ വരത്തുണ്ടല്ലേ? ആദ്യത്തെ വീട് അല്ലേ? നമ്മളിപ്പം ആളിന്ന് പൊളിച്ച വീടല്ലേ? ഓ അങ്ങനെ. അതങ്ങനെ പെട്ടെന്ന് ക്യാൻസർ അല്ലായിരുന്നു അല്ലേ? വിചാരിച്ചതേ ഇല്ല ഇങ്ങനെ. അത് പെട്ടെന്ന് വായിലായിരുന്നു ക്യാൻസർ. വായിലായിരുന്നു. പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് പോസ്റ്റ് ഒക്കെ ഇട്ട് കണ്ടിരുന്നു. ഫേസ്ബുക്കെല്ലാം പോസ്റ്റ്. ഞാൻ വിചാരിച്ചിട്ടില്ല അവരെങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചിട്ടില്ല. എന്താ വെച്ചാൽ എന്റെ അച്ഛൻ്റെ അച്ഛനും ക്യാൻസർ ആയിരുന്നു. എപ്പോ 80 വയസ്സിലാണ് ക്യാൻസർ. ഇതേമാതിരി വായില്. അന്ന് കേരളത്തില് ചികിത്സയില്ല, ക്യാൻസറിന് ചികിത്സയില്ല. 51-ല് അന്ന് ചെന്നൈയില് വന്നിട്ട് അവിടുന്ന് ചികിത്സ നടത്തിയത്. 1 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രോഗം മാറിയിട്ട് 10 കൊല്ലം പിന്നെയും ജീവിച്ചു. മാറിയായിരുന്നു ജിഷ്ണു? മാറിയായിരുന്നു അല്ലേ? അല്ല, ജിഷ്ണുവിന്റെ അല്ല, എന്റെ അച്ഛൻ. ഓ അച്ഛൻ്റെ അച്ഛനല്ലേ? അച്ഛൻ്റെ അച്ഛനല്ലേ? ജിഷ്ണു സാറിന്റെ നേരം അങ്ങനെ അന്നേരം മാറ്റം വന്നില്ലായിരുന്നു അല്ലേ? ഇല്ല, ജിഷ്ണുവിന് എപ്പോഴും ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൻ അന്വേഷിക്കും. രോഗം ഭേദമായി എന്ന് പറഞ്ഞുകൊടുക്കും. ഭയങ്കര വിഷമായിരുന്നു. ബാംഗ്ലൂർ പോയി ചികിത്സിച്ച് മാറിയതാ. തിരുവനന്തപുരത്ത് വന്നോണ്ടാവും പറഞ്ഞു ഞാൻ
പിന്നെ മാങ്ങാട്ടിൽ വന്ന് 2-3 ദിവസം എനിക്ക് താമസിക്കണം. എൻ്റെ രോഗം മാറിയോണ്ട് ഞാൻ വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ വരാം. പിന്നെ കണ്ടില്ല. പിന്നെ മരിച്ചപ്പോഴും പിന്നെ ഞാൻ പോയതൊന്നുമില്ല. എനിക്ക് കാണണ്ടെന്ന് വിചാരിച്ചു. അതൊരു ഭയങ്കര ഒരു വിഷമവാർത്തയായിരുന്നു. കുറെ പടത്തിലുണ്ടായിട്ടില്ലായിരുന്നു. അത് നമ്മളങ്ങനത്തെ പടങ്ങൾ കുറെ പടങ്ങൾ ചെയ്തിട്ടായിരുന്നു. അന്ന് ക്ലിക്കായി വരുമല്ലേ കുറെ പടങ്ങൾ ചെയ്തിട്ടായിരുന്നു. കുറെ നമ്മളെല്ലാം എന്നാലും ഉണ്ടായിരുന്നല്ലോ. നമ്മള് കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതെ നല്ലൊരു ഇത് കിട്ടുമായിരുന്നു. അതെ പെട്ടെന്ന് അത് മാത്രമല്ല ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അവരെയും. നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് ഞങ്ങളുടെ സ്ഥലമുണ്ട്. അവിടെ കൃഷി നടത്തണം, കൃഷിയെ പറ്റി പഠിക്കാൻ, കുട്ടികൾക്ക് ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കണം എന്നല്ല അങ്ങനെയുള്ള പല മോഹങ്ങളുണ്ടായിരുന്നു അവര്. അതെല്ലാം പോയി. എന്താ ചെയ്യാ? എന്നാ പിന്നെ നമ്മളങ്ങ് പോവാം. എന്നാ പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് എനിക്ക് കൂടെ തരൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.